ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ജനപ്രിയ പ്രോഗ്രാമിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു താരമായിരുന്നു. നിലവിൽ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ മെമ്പറായിട്ട് സമരങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമൊത്തുള്ള ഒരു ചിത്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തു. അന്ന് തൊട്ട് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ BJP പാളയത്തിലെത്തി എന്ന് മനസ്സിലാക്കിയ കുറേയധികം ഫോളോവേഴ്സ് അദ്ദേഹത്തിന് അൺഫോളോ ചെയ്തു പോകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും തനിക്ക് അതിനൊന്നും പ്രശ്നമില്ല, താൻ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ നിന്ന് BJPയുടെ താമര ചിഹ്നത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. എന്തായാലും സാധാരണഗതിയിൽ ഒരു ഇലക്ഷനിൽ മത്സരിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിനിമ സീരിയൽ താരങ്ങളായാലും സെലിബ്രിറ്റീസ് ആണെങ്കിലും പിന്നീട് ആ ഒരു പാർട്ടിയുടെ പിന്നാലെ പോകാറ് പതിവില്ല. എന്നാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. അദ്ദേഹം കൃത്യമായിട്ട് പാർട്ടി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ട്, അതുകൂടാതെ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നടന്നു വരുന്ന PSC സമരവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സമരപ്പന്തലിൽ മാധ്യമങ്ങളെ കാണുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ PSC ഈ ഒരു സമരം സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 34 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു 2 ആഴ്ച മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് വളർമതി ടീച്ചർ നിരാഹാര സമരം സ്റ്റാർട്ട് ചെയ്തിട്ട് 10 ദിവസമായിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ CM, നമ്മുടെ ചീഫ് മിനിസ്റ്ററിന് കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വമോ അല്ലെങ്കിൽ ദയോ സ്നേഹമോ ഉള്ളൊരു വ്യക്തിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അത് തീരെ ഇല്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അങ്ങ് ഡൽഹിയിൽ പ്രൊട്ടസ്റ്റിന് പോകാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു പ്രശ്നമില്ല, അത് നല്ല കാര്യം തന്നെ പോകുന്നത്. പക്ഷേ അതിനോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ജസ്റ്റ് മുന്നിൽ, ഒരു 10 മീറ്റർ മുന്നിൽ ഇങ്ങനെ ഒരു സമരം നടക്കുന്നു. ഒരു സ്ത്രീ, അതിലുപരി ഒരു അമ്മ, അതിലുപരി ഒരു ഒരു അധ്യാപക, ഇത്രയും ഹെൽത്ത് മോശമായിട്ട് ഇന്ന് 10 ദിവസമായി. പുള്ളിക്കാരിയുടെ ഹെൽത്ത് ഭയങ്കര വീക്കായിക്കൊണ്ടിരിക്കുകയാണ്, മരണം വരെയും സംഭവിക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ തോന്നുന്നു. പുള്ളി പറഞ്ഞത് കാര്യമുണ്ട് കേട്ടോ. CJP സമരം നടന്ന സമയത്ത് ഡൽഹിയിൽ പോയി സമരത്തിനിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി. പക്ഷേ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പിൽ ഒരു സമരം നടക്കുന്നുണ്ട്, PSC ഉദ്യോഗാർത്ഥികളുടെ സമരം. ആ ഒരു സമരം അവസാനിപ്പിക്കാനുള്ള ഒരു നടപടിയും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ളത് സ്വീകരിക്കേണ്ട നാളിതുവരെയായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. എന്തിനേറെ പറയുന്നത്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോലും ഈ ഒരു വിഷയത്തിൽ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അവര് പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ചവരാണ്. അവർക്ക് അർഹതപ്പെട്ട ആ ജോലി അത് നൽകുവാണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ്, അത് നൽകുക തന്നെ വേണം. ആ ഉദ്യോഗാർത്ഥികൾ നടു റോഡിലിരുന്ന് മണ്ണ് വാരി തിന്നുന്നതും പുല്ല് പറിച്ചു തിന്നുന്നതൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് പ്രതീക്ഷയാണ് ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് എന്നെനിക്കറിയില്ല. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ യുവജനത ഒന്നടങ്കം കേരളത്തിൽ നിന്ന് പുറത്തേക്ക്, അതായത് ഇതര സംസ്ഥാനങ്ങളിലേക്കും അതേപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലേക്കും തൊഴിൽ തേടി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികം വൈകാതെ നമ്മുടെ സംസ്ഥാനം ജപ്പാനാവും, തലനരച്ചവരുടെ മാത്രം ഒരു നാടായി മാറും. എന്തായാലും നമുക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇംഗ്ലീഷിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഞാനത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്, ഞാൻ വായിച്ചേൽപ്പിക്കാം. സോഷ്യൽ മീഡിയയിലൂടെ എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികൾക്കെതിരെ ഇന്ന് രാവിലെ 11 മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ശരിയായ നിയമപരമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം നിയമപരമായി നേരിടാനും നിയമാനുസൃതമായ ഏത് നടപടികളുമായും പൂർണ്ണമായും സഹകരിക്കാനും ഞാൻ തയ്യാറാണ്. സോഷ്യൽ മീഡിയയിലൂടെയല്ല, ഉചിതമായ നിയമ നടപടികളിലൂടെയാണ് സത്യം പുറത്തു വരേണ്ടത്. സോ ഇത് വേദാലക്ഷ്മിക്കും അനന്തു സുൽജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്കുമെതിരെയാണെന്നുള്ള ഒരു ന്യൂസ് പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് അതിന്റെ ഫാക്ട് അറിയില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം വേദാലക്ഷ്മി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ എങ്ങനെയാ റോബിൻ നിൽക്കണ്ടേ? ഒന്നറിഞ്ഞാൽ കൊള്ളാം. റോബിന് പെട്ടെന്നുണ്ടായ രാജ്യസ്നേഹം.
BJP പാർട്ടിയോട് 2026 കാണിക്കുന്ന ഈ കൂറ്. BJP പാർട്ടി ഘടകത്തോടും പാർട്ടി നേതാക്കളെയും കുറിച്ചുള്ള റോബിന്റെ യഥാർത്ഥ കാഴ്ചപ്പാട്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടി കാണിക്കുന്ന ഈ ആർജവം. പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ബഹുമാനം. സാമ്പത്തിക ലാഭത്തിനോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അല്ലാതെയുള്ള നിസ്വാർത്ഥമായ പാർട്ടി പ്രവർത്തനം. കുണ്ടറയുടെ വികസനത്തിനായുള്ള വാഗ്ദാനങ്ങൾ. അവിടെ കൂടെ നിന്ന് പ്രവർത്തിച്ച അണികളെ കാണുന്ന രീതി. ചില ആളുകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർ സത്യം പറഞ്ഞാൽ മിണ്ടാതിരിക്കും. പക്ഷേ അവർ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇതാണ് കഴിഞ്ഞ ദിവസം വേദാലക്ഷ്മി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിരുന്ന വീഡിയോ. എന്താണ് ഇവർക്കിടയിലുള്ള പ്രശ്നമെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ന്യൂസ് അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പരാതി നൽകിയിരിക്കുന്നത് വേദാലക്ഷ്മിക്കും അതേപോലെ തന്നെ അനന്തു സുൽജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണെന്നാണ് അറിയാൻ സാധിച്ചത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു വിഷയം എന്താണെങ്കിലും അത് നിയമപരമായിട്ട് തന്നെ പരിഹരിക്കപ്പെടട്ടെ. നിങ്ങൾ തമ്മിലുള്ള ചെളിവാരിയറിൽ അത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാതിരിക്കുക, അതാണ് നല്ലത്. കാരണം മറ്റൊന്നുമല്ല, അത് ആഘോഷമാക്കാണ്ട് ഒത്തിരിയധികം ആളുകളുണ്ട്. സ്വാഭാവികമായിട്ട് അതൊരു കണ്ടന്റാണ്. അത് എനിക്ക് കിട്ടിയാൽ ഞാനും ചെയ്യും. സോ ഗൈസ്, ബൈ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ PSC ഈ ഒരു സമരം സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 34 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു 2 ആഴ്ച മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് വളർമതി ടീച്ചർ നിരാഹാര സമരം സ്റ്റാർട്ട് ചെയ്തിട്ട് 10 ദിവസമായിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ CM, നമ്മുടെ ചീഫ് മിനിസ്റ്ററിന് കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വമോ അല്ലെങ്കിൽ ദയോ സ്നേഹമോ ഉള്ളൊരു വ്യക്തിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അത് തീരെ ഇല്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അങ്ങ് ഡൽഹിയിൽ പ്രൊട്ടസ്റ്റിന് പോകാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു പ്രശ്നമില്ല, അത് നല്ല കാര്യം തന്നെ പോകുന്നത്. പക്ഷേ അതിനോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ജസ്റ്റ് മുന്നിൽ, ഒരു 10 മീറ്റർ മുന്നിൽ ഇങ്ങനെ ഒരു സമരം നടക്കുന്നു. ഒരു സ്ത്രീ, അതിലുപരി ഒരു അമ്മ, അതിലുപരി ഒരു ഒരു അധ്യാപക, ഇത്രയും ഹെൽത്ത് മോശമായിട്ട് ഇന്ന് 10 ദിവസമായി. പുള്ളിക്കാരിയുടെ ഹെൽത്ത് ഭയങ്കര വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. മരണം വരെയും സംഭവിക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ തോന്നുന്നു.